ഇവൻ പൈസയ്ക്ക് വേണ്ടിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്. പക്ഷെ ഇവന്റെ വ്യൂസ് നോക്കി ഗൈസ്, പാവം കരച്ചിൽ കയറും എനിക്ക് കണ്ടിട്ട്. ഇവന് ഫോർച്യൂണർ പോയിട്ട് ഹോട്ട് വീൽസ് വാങ്ങേണ്ട പൈസ കൂടി ഇതിനകത്ത് കിട്ടില്ല. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗിവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിക്കോണല്ലോ, നമ്മൾ ഇന്ന് പ്രശ്നേഴ്സിന്റെ കുറച്ച് പ്രശ്നങ്ങൾ റിവ്യൂ ചെയ്യാൻ പോവാ ഗൈസ്. 7.5 മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച അച്ഛനോട് ഗൈസ്, അപ്പോൾ ഇവന് തന്ത ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇല്ലാത്ത പരിപാടിയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ഇവൻ എന്താ വല്ല മുന്തിരിച്ചാറും വല്ലോ വേണം ചവിട്ടി പീനൊക്കെ എടുക്കാൻ. അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞ ഒരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എന്റെ അമ്മ ചെയ്ത് കാണിച്ചത്. അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നീ വരുന്നെങ്കിൽ വന്നു. ഇതിനകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടത്. കോൺഫിഡൻസിന്റെ കാര്യം നമ്മൾ സമ്മതിച്ചു കൊടുക്കണം ഗൈസ്. കാരണം കാറ് മേടിക്കാൻ ഗോൾഡ് കിട്ടത്തില്ല എന്നായി വീട്ടുകായിട്ട് അടിയിട്ട് നാട്ടുകാരുടെ നിന്ന് തല്ലും കിട്ടിയിട്ട് പിന്നെയും വീട്ടുകാരെ തന്നെ യൂട്യൂബിൽ കാശാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇവന് കോൺഫിഡൻസ് മിനിമം ഒരു ഡാഡിലെസ് ലെവലിലെങ്കിലും കാണും. പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിയൊക്കെ ഞാൻ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ട് വേണം നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക. ഇവൻ സ്വന്തം കാലിൽ നിന്നൊരു കാറ് മേടിക്കാൻ നോക്കിയതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടാണ് നമ്മളെല്ലാവരും ഇരുന്ന് ഈ വീഡിയോ കാണുന്നത്. അപ്പോഴാ സ്വന്തം അനിയത്തിക്ക് അഡ്വൈസ് കൊടുക്കുന്നത് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കാൻ. ഇവൻ ഇപ്പൊ ഈ ഉള്ള അസുഖം വേറൊന്നുമല്ല, ഡബിൾ ഡാഡി ഡിസോർഡറാ ഗൈസ്. സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ആദ്യം അഡ്വൈസ് കൊടുക്കും, പിന്നെ അതേ അനിയത്തിയിട്ട ചെന്ന് അവന് കാറ് മേടിക്കാൻ ഗോൾഡ് ചോദിക്കും. എടാ മാനം കെട്ട മാടേ, ആദ്യം പഠിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തിയെ കണ്ടുകൂടാത്തവനായി, ഞാനിപ്പോ അമ്മയെ കണ്ടുകൂടാത്തവനായി, അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി. പിന്നെ കാശ് കിട്ടത്തില്ല എന്നായപ്പോഴത്തേക്ക് വീട്ടുകാരെ പറ്റി യൂട്യൂബിൽ വന്നിട്ട് കള്ളത്തരെല്ലാം പറഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്താ ഇവ ആലപ്പുഴയിലെ നന്മവരാവുന്നാണ് ഇവന്റെ വിചാരം. ഗൈസിന്റെ വൃത്തി കൂടിയിട്ട് പ്രാന്തായതാണോ അത് പ്രാന്ത് കൂടിയിട്ട് വൃത്തിയായതാണോ ഒരു പിടുത്തമില്ല. പക്ഷെ അമ്മയെടുക്കൽ എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തിയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗുണ്ടന്മാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്തു. ഇവന് അപ്പുറത്തെ ഇപ്പുറത്തെ ഗുണ്ടകളും ഗുണ്ടികളൊക്കെ വന്ന് ഇവനെ കയ്യേറ്റം ചെയ്ത കാര്യം പറഞ്ഞു, പക്ഷെ എന്തിനാ കയ്യേറ്റം ചെയ്തേന്ന് പറഞ്ഞില്ല. അമ്മ കിടന്ന് കരഞ്ഞു, എന്റെ കൊങ്ങയ്ക്കും മുടിയിലും കുത്തിപ്പിടിച്ചിരിക്കെ അടിച്ചിട്ട് കൊങ്ങയ്ക്കും മുടിയിലും കുത്തിപ്പിടിച്ചിരിക്കെ അമ്മ കിടന്ന് കരഞ്ഞു കേട്ടിട്ട് നാട്ടുകാർ ഓടി വന്നു. ഈ പകുതി അങ്ങ് വീങ്ങി അവൻ. എന്നിട്ട് മറ്റേ പകുതിയിൽ അവന്റെ ഡാഡി ഇഷ്യൂ വെള്ളം ഒഴിച്ച് ഡയലൂട്ട് ചെയ്തിട്ടാണ് അവൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടത്. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലോട്ടൊന്ന് കേറാൻ പറ്റാത്ത അവസ്ഥയാണ്. ഹൈ കേമായിരിക്കണോ, സ്വന്തം കലപ്പിന് കിട്ടിയതല്ലേ, ഇനി ആ നടുവരൽ ചുരുട്ടി വായിലിട്ടോണ്ടെങ്കിൽ ഇരുന്നോ നീ. എനിക്കിപ്പോ വീടും ഇല്ല കൂടും ഇല്ല, സ്വന്തക്കാരും ബന്ധുക്കാരും ആരും ഇല്ല. ആ വീടും കൂടും ഇല്ലാത്തവന്റെ സങ്കടം നോക്കിയേ. സ്വന്തക്കാരും ബന്ധുക്കാരും ആരുമില്ല. ഗൈസ്, എന്തായാലും ഒരു കാര്യം ആലോചിച്ച് സമാധാനിക്കാം. ശല്യം സഹിക്കാൻ വയ്യാതെ അമ്മയും അനിയത്തിയും കൂടി പോയി കേസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എല്ലാവരും പ്രാർത്ഥിക്കുക. ഈ മൈരൻ 2 ദിവസമെങ്കിലും അകത്ത് പോയി കിടക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ ശരി ഗൈസ്, വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.